അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവുകളെ ചൂടുപിടിപ്പിച്ചത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ്. ഇന്ന് കൊച്ചിയിൽ ഉൾപ്പെടെ ഇന്നും ആരോഗ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രയോഗം ഉണ്ടായതാണ്. അതിനിടയിൽ മറ്റൊരു രാഷ്ട്രീയ വിഷയത്തിൽ ഭരണപക്ഷത്ത് നിന്ന് തന്നെയുള്ള ഒരു സമരം, അതിന് പരിപൂർണമായി പിന്തുണ CPM പ്രഖ്യാപിക്കുന്നു. മാറുന്ന സാഹചര്യം എങ്ങനെയാണ്? രതീഷ് സൂചിപ്പിച്ചത് ശരിയാണ്. രാഷ്ട്രീയ കേരളം കലുഷിതമാവുകയാണ്. ഒരു ഭാഗത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തിൻ്റെ പേരിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധം പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഗവർണർക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഗവർണറുടെ രാഷ്ട്രീയ നിലപാടുകൾ ചോദ്യം ചെയ്തുകൊണ്ട് SFIയും ഒരു ഭാഗത്ത്, ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടന ഒരു ഭാഗത്ത് സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇന്ന് സർവകലാശാലകളിൽ അതാണ് കണ്ടത്. പ്രത്യേകിച്ച് കേരള സർവകലാശാല ആസ്ഥാനത്ത് SFI ഗവർണർ പോരിന് തുടക്കം കുറിച്ചത് ഈ സർവകലാശാല ആസ്ഥാനത്താണ്. ഇവിടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുത്ത സംഘപരിവാർ അനുഭാവ സംഘടനയുടെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇതൊരു പ്രതിഷേധത്തിലേക്കും അസാധാരണമായ നിയമ നടപടികളിലേക്കുമൊക്കെ വഴിയൊരുക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് SFI കേരള സർവകലാശാലകളടക്കം പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധം ഇപ്പോൾ സർവകലാശാലയിൽ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിലേക്ക് വഴിമാറിയിരുന്നു. SFI പ്രവർത്തകർ പ്രഖ്യാപിച്ചത് കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ ഓഫീസ് മുറി ഉപരോധിക്കുമെന്നായിരുന്നു. അത് തടയാൻ പോലീസ് സർവ്വസന്നാഹങ്ങളും ഒരുക്കിയെങ്കിലും എല്ലാ വഴികളിലൂടെയും സർവകലാശാലയ്ക്കുള്ളിൽ ഈ പോലീസ് സുരക്ഷ മറികടന്ന് പ്രവേശിച്ച SFI പ്രവർത്തകർ VCയുടെ ഓഫീസ് മുന്നിൽ എത്തുകയും അത് ഉപരോധിക്കുകയും ചെയ്തു. പക്ഷേ VC സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇന്ന് വന്നിരുന്നില്ല. അത് സംഘർഷ സാധ്യതയുണ്ട് എന്നുള്ള പോലീസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. സർവകലാശാലയുടെ അകത്തളങ്ങളിൽ, ഇടനാഴികളിലൊക്കെ, അപകടകരമായ സ്ഥലങ്ങളിലൊക്കെ നിന്നുകൊണ്ടാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. ഒടുവിൽ ആ ഉപരോധം പോലീസ് അനുനയത്തിന് ശേഷം പോലീസ് ബലം പ്രയോഗി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകർ സർവകലാശാല കെട്ടിടത്തിന്റെ പടിക്കെട്ടുകളിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് ഈ സമരത്തിന്റെ അവസാന ഘട്ടത്തിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് വരികയും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. CPMന്റെ പിന്തുണ SFIയുടെ ഗവർണർക്കെതിരായ സമരത്തിന് ഉണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഗവർണർക്കെതിരായ ഒരു നിലപാടിലും വീഴ്ച ചെയ്യാൻ CPMO SFIയോ ഒരുക്കമല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഏതായാലും SFI നേതാവ് ശിവപ്രസാദ് പറഞ്ഞത് വരും ദിവസങ്ങളിലും വലിയ സമരം ഉണ്ടാകും, രാജ്ഭവനിലേക്ക് സമരം ഉണ്ടാകും, കേരള ആസ്ഥാനത്തേക്ക് സമരം ഉണ്ടാകും. ആ പ്രതികരണത്തിന്റെ ഒടുവിൽ SFI നേതാവ് പറഞ്ഞത് കേരള വൈസ് ചാൻസലർ രാജിവെക്കണം എന്നുള്ളതാണ്. വൈസ് ചാൻസലറെ ഒരു കാരണവശാലും സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കാത്ത രീതിയിലേക്ക് SFI സമരത്തിന് ഒരുങ്ങും എന്നുള്ളതാണ്. നാളെ പണിമുടക്കാണ്. നാളത്തെ ദിവസം ആ പണിമുടക്കിന്റെ ഭാഗമായിട്ടുള്ള സമരങ്ങളിലായിരിക്കും SFI. അതിനടുത്ത ദിവസം മുതൽ കേരള സർവകലാശാല കേന്ദ്രീകരിച്ചും മറ്റ് സർവകലാശാല ആസ്ഥാനങ്ങളിലും സമരമുണ്ടാകും. അതിൽ പ്രധാനമായും കേരള സർവകലാശാല VC രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് SFI നടക്കുമ്പോൾ അത് കലുഷിതമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഒരു ഭാഗത്ത് ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം ഉയരുമ്പോൾ SFI ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കേരളത്തിൽ തുടക്കമിടുകയാണ്. ഏതായാലും ഗവർണർക്കെതിരെ കടുത്ത ഭാഷയിലാണ് SFI നേതാവ് സംസാരിച്ചത്. ഒരല്പം പരിഹാസത്തിന്റെ ചുവ കൂടി ആ പ്രസംഗത്തിലുണ്ടായിരുന്നു. ഏതായാലും സർവകലാശാല ഭരണ സംവിധാനം സംബന്ധിച്ചുള്ള ഒരു അസാധാരണ നിയമപോരാട്ടം ഹൈക്കോടതി കേന്ദ്രീകരിച്ചും അസാധാരണ നീക്കങ്ങൾ VCയുടെ ഭാഗത്തു നിന്നും ഗവർണറുടെ ഭാഗത്തു നിന്നുമൊക്കെ തുടരുകയാണ്. അതിൽ ഇനി അടുത്ത നടപടികൾ എന്ത് എന്ന് ഒരു കൗതുകരമായ കാര്യങ്ങൾ, അതിൻ്റെ ഭാവി എങ്ങനെ എന്ന് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് SFI ഗവർണർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമരം കൂടി കടുക്കുന്നതോടെ ഒരുപക്ഷെ നേരത്തെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോൾ SFIയും ഗവർണറും തമ്മിലുള്ള പോര് അത് തെരുവിലേക്ക് വരെ എത്തിയതാണ്. നിലമേലിൽ ഗവർണർ SFI സമരത്തിനെതിരെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ച വരെ കേരളം കണ്ടതാണ്. സമാനമായ രീതിയിലേക്കാണോ രാജേന്ദ്ര ആർലേക്കർ ഗവർണർ ചുമതല ഏറ്റെടുത്ത ശേഷവും പോകുന്നത് എന്നുള്ള സംശയം ഇപ്പോൾ ഉയരേണ്ടിയിരിക്കുന്നു. കാരണം രാജേന്ദ്ര ആർലേക്കറും SFIയും തമ്മിൽ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് പോകുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന അതേ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്കാണ് SFIയും രാജേന്ദ്ര ആർലേക്കറും പോകുന്നത്. അപ്പോൾ ഇനി ഗവർണറെ വഴിയിൽ തടഞ്ഞ് നടക്കമുള്ള ഒരു തെരുവ് പ്രതിഷേധങ്ങൾക്കൊക്കെ SFI മുതിരുമോ എന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാം. ഏതായാലും നിലപാടിൽ SFI സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ ഈ ഏറ്റുമുട്ടൽ ഏത് രീതിയിലേക്ക് പോകും, എങ്ങനെയാണ് ഇതിൻ്റെ തുടർ നടപടികൾ എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഏതായാലും കൗതുകകരമായ കാഴ്ചകളാണെന്ന് SFI സമരത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം കേരള സർവകലാശാല ആസ്ഥാനത്ത് കാണാനായത്. രാവിലെ SFI സമരം പ്രഖ്യാപിക്കും.
ഓടിക്കുന്നു. ആ സമരം തടയാൻ പോലീസ് ബാരിക്കേഡുകൾ കൊണ്ട് SFI ഈ കേരള സർവകലാശാലയുടെ കവാടം അടയ്ക്കുന്നു. പക്ഷേ SFI പ്രവർത്തകർ വന്നത് മറ്റ് തുറന്നു കിടക്കുന്ന ഗേറ്റുകളിലൂടെയും മതിൽ ചാടിയുമാണ്. പോലീസിൻ്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് SFI പ്രവർത്തകർ ഈ ക്യാമ്പസിന് ഉള്ളിലേക്ക് കടന്നു കയറി. അതിനുശേഷം ഈ കെട്ടിടത്തിനുള്ളിലേക്ക് VC-യുടെ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ പ്രധാന വാതിൽ തള്ളിത്തുറക്കാനാണ് SFI പ്രവർത്തകർ ശ്രമിച്ചത്. അത് ഏതാണ്ട് 3/4 മണിക്കൂറോളം അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗമുണ്ടായി. വാതിൽ തള്ളിപ്പൊളിക്കാനൊക്കെയുള്ള ശ്രമം അത് പോലീസ് പരാജയപ്പെടുത്തി. അവിടെ വലിയ ആ ഒരു ഇടനാഴിയിൽ വലിയ ബലപ്രയോഗമാണ് നടന്നത്. അതിനിടയിലാണ് പ്രവർത്തകരിൽ ചിലർ ഈ കെട്ടിടത്തിന് ചുറ്റിലും ഓടി നടന്ന് ചില വഴികൾ മുകളിലേക്ക് പോകാൻ കണ്ടുപിടിച്ചത്. അത് 1-ാം നിലയിലെ കിളിവാതിൽ പോലെയുള്ള ജനാല അടക്കമായിരുന്നു. ഭിത്തിയിലൂടെ അള്ളിപ്പിടിച്ച് വനിതാ പ്രവർത്തകരടക്കം ആ ജനാലയിലൂടെ കയറി ഉള്ളിൽ കടന്ന് VC-യുടെ ഓഫീസ് ഇരിക്കുന്ന വരാന്തയുടെ മുൻവശത്ത് അവിടെ ആ ഇരുമ്പ് ഗേറ്റിന് മുന്നിൽ വരെ എത്തി. പിന്നീട് അവിടെ നടന്നത് അസാധാരണമായ ബലപ്രയോഗങ്ങളും പ്രതിഷേധവുമാണ്. പോലീസിന് വളരെ പണിപ്പെടേണ്ടി വന്നു. ആ അപകടകരമായ ഇടനാഴിയിൽ നിന്ന് ഇത്രയും ജനം തിങ്ങിക്കൂടാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ഇടനാഴിയാണ്. അവിടെ പോലീസും അത്രത്തോളം പ്രവർത്തകരും തമ്മിൽ കുറേ നേരം ബലപ്രയോഗമുണ്ടായി. ആ പ്രവർത്തകരെ ഓരോരുത്തരെയായി ആ പടവുകളിലൂടെ പോലീസ് പിടിച്ചിറക്കിയാണ് താഴേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ആ സമരം അവസാന ഘട്ടത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ കവാടത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആ പ്രധാന കെട്ടിടത്തിൻ്റെ പടവുകളിൽ SFI പ്രവർത്തകർ ശാന്തരായിരിക്കുകയാണ്. അവരുടെ മുദ്രാവാക്യം വിളികളൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ സമരം ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയാം. വരും ദിവസങ്ങളിലും ആ സമരത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടേക്ക് എത്തി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തിട്ട് മടങ്ങിയത്. അപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഈ സമരത്തിന് പൂർണ്ണമായ പിന്തുണ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. മാത്രമല്ല ഗവർണർക്കെതിരായ സമരത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഈ സമരം തുടരുക തന്നെ ചെയ്യും എന്നാണ് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു സമര രാഷ്ട്രീയ കലുഷിതമാവുകയാണ് കേരളത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയാം. ഒരു ഭാഗത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ യൂത്ത് കോൺഗ്രസിൻ്റെയും യുവമോർച്ചയുടെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ഗവർണറുടെ രാഷ്ട്രീയത്തെയും കേരള സർവകലാശാല VC-യുടെ രാഷ്ട്രീയത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാവ്യവൽക്കരണം സർവകലാശാലയിൽ നടക്കുന്നു എന്നുള്ള ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SFI-യും സമരരംഗത്തേക്ക് വരുന്നു. അപ്പോൾ രാഷ്ട്രീയ കലുഷിതമായി മാറുന്നു കേരളത്തിൻ്റെ അന്തരീക്ഷം. ഇനി വരുന്ന ദിവസങ്ങളിൽ അത് എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാക്കുക എന്ന് അറിയേണ്ടതുണ്ട്. രതീഷ്, ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ, CPM പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ, പ്രതിപക്ഷ സമരം കടുക്കുമ്പോൾ, കനപ്പെടുമ്പോൾ, പൊതുസമൂഹത്തിൽ അത്തരം ചർച്ചകൾ നടക്കുമ്പോൾ അതിനിടയിൽ വലിയൊരു രാഷ്ട്രീയ ആയുധമായി CPM-ന് മാറുകയാണ് സർവകലാശാല വിഷയം. VC-ക്കെതിരായ, ചാൻസലർക്കെതിരായ, ഗവർണർക്കെതിരായ പ്രതിഷേധം. സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രഖ്യാപനമാണ് അല്പം മുമ്പ് MV ഗോവിന്ദന്റെയും SFI സംസ്ഥാന പ്രസിഡന്റിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത്.